ബാക്ക് ടു മൈ ചാനൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പം പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് കേട്ടോ. പെരുമ്പാവൂരിൽ മെയിനായിട്ട് ഇരിങ്ങോൽക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം, അവിടേക്ക് തൊഴാനായിട്ട് വന്നതായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനടുത്തായിട്ട് തന്നെ നാഗഞ്ചേരി മന എന്ന് പറയുന്ന ഒരു മനയുണ്ട് കേട്ടോ. അപ്പം ഇവിടെ എൻട്രി ഫീ ഒക്കെ ആയിട്ട് ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും അവിടേക്കാണ് വന്നേക്കുന്നത്. നാഗഞ്ചേരി മന എന്ന് പറയുന്ന ഈ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇങ്ങോട്ടുള്ള ദൂരം കേട്ടോ. ഇവിടെ സൈഡിലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ മെയിൻ എൻട്രൻസ് ഫ്രണ്ടിലാണ്. ടിക്കറ്റ് എടുക്കണം കേട്ടോ. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് കൂടെ കയറും. അവിടെയാണ് മെയിൻ ഗേറ്റ് വരുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഈ ഒരു ഏരിയ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാർക്ക് മാത്രമല്ല, മനയാണ് മെയിനായിട്ട് ഉള്ളത്. മന ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മനയാണ്. അതിനെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഒരു ടൂറിസം പദ്ധതി പോലെയാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ചെറിയൊരു കുളം പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള രൂപങ്ങളൊക്കെ ഇവിടെ കുറേ കാണാം. താമരയാണത്. ഗരുഡൻ്റെ ഒരു പ്രതിമയുണ്ട് ഇവിടെ. ഇതുപോലുള്ള വ്യത്യസ്തമായ സ്റ്റാച്യൂസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിനൊക്കെ അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്, എനിക്കറിയില്ല. പിന്നെ അവിടെ ഒരു ശംഖ് കാണാം. ശംഖിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇത് ആ സൈഡിൽ പാർക്ക് വരുന്നത് ഇവിടെ, ചിൽഡ്രൻസ് പാർക്കൊക്കെ ആ സൈഡിലാണ് പറഞ്ഞത്. സംഗതി കൊള്ളാം അല്ലേ. ഏകദേശം ഒരു 700 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു മനയ്ക്ക്. അപ്പോൾ അന്നത്തെ നാടുവാഴിയായിരുന്ന വാസുദേവൻ നമ്പൂതിരിയുടെ അതിനതിലായിരുന്നു ഈ നാഗഞ്ചേരി മനയും ഇരിങ്ങോൽക്കാവും മറ്റ് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ. പിന്നീട് അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ വന്നോട് കൂടിയിട്ട് ഇരിങ്ങോൽക്കാവും അതിന് നടുവിലെ ആ ക്ഷേത്രവും അവിടുത്തെ ആനയൊക്കെ കൂടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. ആണ് ഈ ഒരു മനയും അതിൻ്റെ ഏരിയ എല്ലാം തന്നെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് കൈമാറിയത്. ഇന്നിതിപ്പം കേരള സർക്കാരിൻ്റെ കീഴിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇതൊരു 4 കെട്ട് മനയാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഒരു കാടിൻ്റെ ഏരിയകളെല്ലാം തന്നെ ഇരിങ്ങോൽക്കാവിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള മുറികളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. ഇടുങ്ങിയതായിട്ടുള്ള മുറികളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. അപ്പം അന്നത്തെ അവർ ജീവിച്ചിരുന്ന അവരുടെ ജീവിത രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഓരോ ഭാഗത്തുനിന്നും ഓരോരോ മുറികളുണ്ട് കേട്ടോ. ഇത് പത്തായപുര പോലെയൊക്കെ തോന്നും. ഇതിൻ്റെ ഉള്ളിലേക്ക് അത്ര ആഴൊന്നുമില്ല. അതുപോലെ ഇവിടെയും ഡോറുകളുണ്ട്. കുഞ്ഞു റൂമിൽ എനിക്കിത് എന്താ ബാത്റൂം പോലെ കേട്ടോ. ടോയ്ലറ്റ് പോലെയാണ്. കരിങ്കല്ലിൽ തന്നെ തീർത്തിട്ടുള്ളതാണ് കേട്ടോ. ടോയ്ലറ്റായിരുന്നു. ഇത്രയും ചെറിയ ടോയ്ലറ്റൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ജനവാതിലും ഇതൊക്കെ വാതിലാന്ന് തോന്നുന്നു, ഇത്രയും ചെറിയ വാതിൽ. ഇതുപോലുള്ള കുറേ അധികം രൂപങ്ങളുണ്ട് കേട്ടോ അവിടെ. ഓരോരോ വഴികളിൽ ഇതൊന്നും കാണില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ എന്തോ ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ അവിടെ. മച്ചൊക്കെ ഒരു ഇതൊക്കെ ഇതായിട്ടുണ്ട്, ക്ഷയിച്ചു പോയിട്ടുണ്ട്.
പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുക്കളയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പാത്രം കഴുകാൻ ഉണ്ടായിരുന്നൊരു ഏരിയ ആയിരിക്കാം. ഇവിടെ നിന്ന് നേരെ നടുമുറ്റത്തേക്ക് പോകും. വാതിലൊക്കെ നോക്കി, കുഞ്ഞി കിളിവാതിൽ. ഇവിടെ നിന്ന് ഒരു അറിയാട് ഉള്ളിൽ നിന്ന് നേരെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കിടക്കാനുള്ള ഒരു വഴിയുണ്ട് കേട്ടോ. രാസ്തി ഇറങ്ങുന്നൊക്കെ പറയില്ല. ഇതൊക്കെ ഒരുവിധം പൊളിഞ്ഞു പോയിട്ടുണ്ട്. കിട്ടിയോ? അതെയോ, താങ്ക് യു. ഇങ്ങോട്ടൊരു റൂമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് ലോക്കഡാണ്. പിന്നെ ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ തൂക്കിയിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ മച്ചിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് കോണിപ്പടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇളകിയെടുക്കുന്നതാണ്. കയറി കഴിഞ്ഞ് പണി കിട്ടുമെന്ന് അറിയില്ല. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. പണ്ടത്തെ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. മനകളുടെയൊക്കെ ഉള്ളിലുണ്ടാകുന്ന ഇതുപോലുള്ള ഏരിയ, ഡാൻസൊക്കെ ചെയ്യുന്നൊരു ഏരിയ, അതാണ് കേട്ടോ അത്. തൂണുകളൊക്കെ കണ്ടില്ലേ? ഈ കൊത്തുപണികൾ, മരത്തിലെ കൊത്തുപണികൾ, ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊരു നടപ്പാതയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആ മരത്തുമ്മേ ഈ ചുവന്ന തുണികൾ കെട്ടിയിട്ടുണ്ട്. എന്ത് സംഭവം എന്നറിയില്ല കേട്ടോ. ഇതേ ഇവിടെ ഔഷധ മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കാഞ്ഞിരം, അതിൻ്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ നാളുകൾക്കുള്ള ഔഷധ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പനയാണോ എന്നറിയില്ല ഈ സാധനം. ഇലുപ്പ എന്ന് പറയുന്ന ഒരു മരം. എന്ത് പേരൊക്കെയല്ല, അത് ആദ്യമായിട്ട് കേൾക്കണം. അപ്പം കുളം ഇതാട്ടോ. അടിത്തട്ട് കാണാം കേട്ടോ. കുളത്തിൻ്റെ വെള്ളം ക്യാമറയിലൊന്നും കാണില്ല. നല്ലൊരു രസമുണ്ട് കേട്ടോ. വെള്ളം കുറവാണ്. കണ്ടോ, അവിടെ കണ്ടോ ഈ എന്താണത്? പേരാലല്ലേ? അത് പേരാലാണോ അത്?
ചുറ്റും നടന്നിട്ട് അവിടേക്കൊക്കെ കാട് പോലെയാണ് കേട്ടോ. ഈ മരത്തിൻ്റെ വേരുകളാണ് കേട്ടോ. വേരുകൾ വന്നിട്ട് അത് വേറൊരു മരമായി മാറുകയാണ് ചെയ്യണത് കണ്ടോ. വേരുകളാണ്. അതുമൊക്കെ ഈ തുണി കെട്ടിയിട്ടുണ്ട്. എന്താ സംഭവം അറിയില്ല. നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കും. 2 ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു മരം ആൽമരം തോന്നുന്നു. അതിൻ്റെ വേരുകൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ. അപ്പോൾ ക്ഷേത്രകുളം ഇതിൻ്റെ ബാക്ക് സൈഡിൽ, സോറി, അപ്പം ഈ മനയുടെ ഭാഗമായിട്ടുള്ള കുളം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ഇതൊക്കെയാണ്. അപ്പം മനയുടെ ഉള്ളിലൊക്കെ കണ്ടു. നടുമുറ്റം അതിന് ചുറ്റോറുള്ള ഏരിയയിൽ ഒരുപാട് അറകളും കുഞ്ഞു കുഞ്ഞു റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടത്തെ ഒരു മന എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ചുറ്റും കാട് തന്നെയാണ്. കാട് ഉള്ള പ്രദേശമൊക്കെ തന്നെയാണ്. നടക്കുന്ന വഴിയിലെല്ലാം ഇന്റർലോക്ക് ചെയ്തിട്ട് ഇതുപോലെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ പാർക്ക് ഏരിയ അതേ ഇവിടെയാണ് വരുന്നത്. കളിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ സുഖമായിട്ടിരുന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപ, 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയും ചാർജ് വരുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് 20 രൂപ. അപ്പം അത് മസ്റ്റായിട്ടും വളരെ കുറവ് റേറ്റാണ്. ചില സ്ഥലങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് വളരെ കുറവാണ് 20 രൂപ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നടന്ന് കാണാം. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ്, വന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ്. എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് കേട്ടോ. പിന്നെ തിങ്കളാഴ്ച, അതായത് മൺഡേ ഇവിടെ ഉണ്ടാവില്ല. അത് മിക്ക ഗവൺമെൻറ് അണ്ടറിലുള്ളതുപോലുള്ള ഏരിയകളെല്ലാം മൺഡേ ക്ലോസിലായിരിക്കും. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്ന് ഇതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടും പോകുന്നവരുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. അതുവരെ ബൈ.